ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഒരു അടിപൊളി ഡിസർട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. എന്നിട്ടിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് പാല് അടുത്ത ട്രിപ്പിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഈ ക്യാരറ്റ് അരച്ച് വന്നപ്പോൾ കളറ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്യാരറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് അരച്ച് വെച്ചതും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൈയെടുക്കാതെ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലും നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം ഓരോന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെ അങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ചൂടാറിക്കഴിഞ്ഞാൽ ബോൾസ് ഉരുട്ടുമ്പോൾ ഒരു മയമില്ലാത്ത പോലെ ആയി പോവും. ഇങ്ങനെ എല്ലാതും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ബോൾസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ബോൾസ് എല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മീതെ നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിന് മീതെയായിട്ട് ബോൾസ് ഇട്ട് വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതിൽ നിന്ന് എടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ വേവിച്ചതാണെങ്കിലും ഇതിങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തെടുത്തത്. ഇനി ഇതിൽ നിന്ന് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 5-8 ബോൾസ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ഇൻഗ്രീഡിയൻസ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് പിസ്തയാണ്, പിന്നെ ബദാം പരിപ്പ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. അത് അമൂലിൻ്റെ മിഠായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊന്ന് ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കായ നേരിയൊരു സ്മെല്ലിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ പഞ്ചസാര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്തത്. മധുരം കുറവ് മതി എന്നുള്ളവർ പിന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലിൻ്റെ മധുരമൊക്കെ ഈ ബോൾസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക്
3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് പാലിൽ അരിപ്പൊടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരുപാട് നേരം വെച്ചാൽ ഇത് നല്ല തിക്കാവും. അപ്പോൾ ഇത്രയും മതി. പിസ്തയും ബദാം പരിപ്പും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇതിൻ്റെ മീതെ നേരത്തെ എടുത്ത് വെച്ച 5 ബോൾസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് കൊണ്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.